ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. ഇത് ഹാൻഡ് എംബ്രോയിഡറിയുടെ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ ഉപകരണങ്ങളെയൊക്കെ പരിചയപ്പെടുത്തിയിരുന്നു. ഞാനിവിടെ ഫ്രെയിമിൽ തുണി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം തുണി ഫിക്സ് ചെയ്യുന്നതിനെക്കുറിച്ചും സൂചി നൂല തുടങ്ങിയവയെക്കുറിച്ചുമൊക്കെ ഞാൻ ക്ലാസ് 1 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൂചിയിൽ നൂല് കൊരുത്തിട്ടുണ്ട്, അടിയിൽ ഒരു കെട്ട് വിട്ടിട്ടുണ്ട്. സൂചി എപ്പോഴും വലിപ്പമുള്ളത് തന്നെ നോക്കി വാങ്ങിക്കുക. അപ്പം ഞാൻ ആദ്യം ബേസിക് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ആദ്യത്തെ സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ നന്നായിരിക്കും. സ്റ്റിച്ച് നേർരേഖയിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയാവും. നമ്മൾ ഇത് അടിയിൽ കൂടി സൂചി സെയിം ഗ്യാപ്പിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അവസാനം താഴേക്ക് കുത്തിയിട്ട് നമ്മൾ കെട്ടിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ ഇതേമാതിരി ഒന്ന് കെട്ടിടുക, അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ റണ്ണിങ് സ്റ്റിച്ച് കൊണ്ട് നമുക്ക് എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ പറ്റും, ഫ്ലവർ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ബേസിക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ചാണ്. അതും ഇതുപോലെ തന്നെ എന്നിട്ട് ഇവിടേക്ക് ബാക്കിലേക്ക് ഇങ്ങനെ ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവില്ല. റണ്ണിങ് സ്റ്റിച്ചിന് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരും. ഇതിനൊട്ടും ഇങ്ങനെ നമുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവില്ല. ഇതൊരു കട്ടിയുള്ള ലൈനായിട്ടാണ് നമുക്ക് തോന്നുന്നത്. റണ്ണിങ് സ്റ്റിച്ച് പോലെയല്ല. നമുക്ക് എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യുമ്പോൾ ബോർഡറൊക്കെ ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇത് താഴേക്ക് എടുത്തിട്ട് താഴെ കെട്ടിട്ട് തന്നെ എടുക്കുക. അടുത്ത സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച്. ഇതുപോലെ തന്നെ സൂചി താഴെ നിന്നും കുത്തിയെടുക്കുക. ശേഷം ഇവിടുന്ന് തന്നെ അതിനുശേഷം ഇവിടുന്ന് തന്നെ സൂചി കുത്തി ഇങ്ങനെ എടുത്തിട്ട് നൂല് ഇങ്ങനെ സൂചിയുടെ ഇടയിലേക്ക് ഇനിയും ഇവിടെ നിന്ന് തന്നെ വീണ്ടും ഇതേപോലെ ചെയ്യുക. ഇതേപോലെ ചെയിനായിട്ട് ചെയ്യുക. ഇത് നമുക്ക് ഫ്ലവറിൻ്റെ
നമുക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ബോർഡറിനും ഒക്കെ തന്നെ യൂസ് ചെയ്യാം. അതുപോലെ ചെയിൻ ആയിട്ടാണ് ഈ സ്റ്റിച്ച് വരുന്നത്. താഴേക്ക് വലിച്ചെടുത്തിട്ട് ഇതേപോലെ തന്നെ കെട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. അടുത്ത സ്റ്റിച്ച് സ്പ്ലിറ്റ് സ്റ്റിച്ചാണ്. സ്പ്ലിറ്റ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മളിത് ഇത് സ്പ്ലിറ്റ് ചെയ്ത് തന്നെ തയ്ക്കുക, അതാണ് അർത്ഥം. ഈ ആദ്യം തയ്ച്ച നൂല് ഇങ്ങനെ, ഇതിപ്പോൾ നമ്മൾ 6 ലെയർ ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ നടുക്കുകൂടി ഒന്നുകൂടി ഇത് സ്പ്ലിറ്റ് ആക്കിയിട്ട് കടത്തി സ്റ്റിച്ച് ചെയ്യുക. നമ്മളിത് നൂലടിയിലേക്കാക്കിയിട്ട് കെട്ടിട്ട് എടുക്കുക. അടുത്ത സ്റ്റിച്ച് ക്രോസ് സ്റ്റിച്ചാണ്. ഇങ്ങനെ 2 ലൈൻ വരച്ചിട്ട് വേണം ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർ ചെയ്യാനായിട്ട്. ഇതുപോലെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇത് നമുക്ക് ചുരിദാറിലൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ ചെയ്യാവുന്ന സ്റ്റിച്ചാണ്. ഇതുപോലെ താഴേക്ക് കുത്തി കെട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് ക്രോസ് സ്റ്റിച്ച്. റണ്ണിങ് സ്റ്റിച്ച്, റണ്ണിങ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച്, സ്പ്ലിറ്റ് സ്റ്റിച്ച് ആൻഡ് ക്രോസ് സ്റ്റിച്ച്. ഇതൊക്കെ നമ്മുടെ എംബ്രോയ്ഡറിയുടെ ബേസിക് സ്റ്റിച്ചസ് ആണ്. ഇനിയും കുറച്ച് സ്റ്റിച്ചസും കൂടി ബേസിക് സ്റ്റിച്ചസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഫ്ലവറും ചുരിദാറിലൊക്കെ വർക്കൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കി സ്റ്റിച്ചസ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.